ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോണ വീഡിയോ ഉണ്ണിയപ്പാണ്. ഉണ്ണിയപ്പം എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ഉണ്ണിയപ്പാണ്. അത് നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നമുക്ക് ആദ്യം അരി വെള്ളത്തിലിടുന്നത് രാത്രിയാണ്. നാളെയാണ് നമ്മൾ അരയ്ക്കാൻ പോണത്, നാളെ രാവിലെ. അപ്പോൾ ഇന്ന് രാത്രി നമുക്ക് വെള്ളത്തിലിടുന്നത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. എന്നിട്ട് ബാക്കിയുള്ളത് നാളെ പറഞ്ഞുതരാം. ഇതാ ഉണ്ണിയപ്പത്തിന് നമ്മൾ പച്ചരിയ ഇടാറ്. ഇതാ അപ്പോൾ ഈ അരി റേഷൻ കടയിൽ നിന്ന് വാങ്ങിയ അരിയാണ്. ഏതരി വേണമെങ്കിലും നമ്മൾ ഇടാം. കടയിൽ നിന്ന് കിട്ടിയ അരി ഇടാം, റേഷൻ കടയിൽ നിന്ന് വാങ്ങാൻ ഇടാം. പക്ഷെ പച്ചരി ആയിരിക്കണമെന്ന് മാത്രം. അപ്പം ഞാനിത് അളന്നിടുന്നത് കാണിക്കാം. പിന്നെ ഇത് രണ്ട് രീതിയായിട്ട് ഞാൻ ഇടാൻ പോണ്. ഇതാ രണ്ട് പാത്രത്തിലാണ് ഇടാൻ പോണ്. ഇത് നാഴിയാണ്. നാഴി ഒരു നാഴി ഒരു പാത്രത്തിലും ഈ പാത്രത്തിൽ നാഴി ഇട്ടു, നാഴി അരി ഇട്ടു. ഈ പാത്രത്തിലും നാഴികരി ഇട്ടിട്ടുണ്ട്. ഇതെന്തിനാ രണ്ട് പാത്രത്തിൽ ഇതെന്തിനാ ഇട്ട് വെച്ചാൽ നിങ്ങൾക്ക് നാളെ ഞാൻ പറഞ്ഞു തരാം ഇതെന്തിനാന്നുള്ളത്. ഞാൻ അരയ്ക്കുമ്പോൾ മിക്സിയിലത് അരയ്ക്കാൻ പോണത്. അപ്പോൾ അരയ്ക്കുമ്പോൾ പറഞ്ഞു തരാം. ഇന്ന് രാത്രി ഇന്ന് ഒരു രാത്രി അങ്ങനെ വെള്ളത്തിൽ കിടക്കണം. ഈ അരി നല്ല കഴുകിയിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് വെക്കാം. കുതിർന്ന് നാളെ നമുക്ക് നോക്കാം. ഇത് ജവ്വരിയാണ്. ഇത് അവിലും, നാടൻ അവിലാണ്. നാടൻ അവിലിട്ടാൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും. അവില് പിന്നെ ഏത് വേണമെങ്കിലും ഇടാം, പക്ഷെ നാടൻ അവില് ആവുമ്പോൾ നല്ല രുചി ഉണ്ടാവും. ഇത് നാഴി പച്ചരിക്ക് 3 സ്പൂണ് അവല്, 3 സ്പൂണ് ജവ്വരി, അതേപോലെ ഇതിലും ഇടാം. മൂന്ന് സ്പൂണ് ജവ്വരി. ഇതെന്തിനാ ഉണ്ണിയപ്പത്തിന് ഇതെന്തിനാ അവിലും ജവ്വരിന്ന് നിങ്ങൾ ആലോചിക്കും. അത് ഞാൻ പിന്നെ പറയാം. ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പം നമുക്ക് നല്ല കഴുകിയിട്ട് വെള്ളമൊഴിച്ച് അടച്ചു വെക്കാം. നാളെ രാവിലെ എടുത്ത് അരയ്ക്കാം. ഉണ്ണിയപ്പത്തിന് നമ്മൾ കഴുകി വൃത്തിയാക്കിയ പച്ചരി, അവല്, ജവ്വരി ഒക്കെ കൂടിയത് നല്ല വെള്ള കളറായിട്ടുണ്ട്. നമ്മൾ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം സമയം 9 രാത്രി 9 മണി. ഇനി ഞാൻ നാളെ അരക്കണത് എത്ര സമയം എന്നുള്ളത് ഞാൻ പറയാം. ഇപ്പം നമ്മൾ ഉണ്ണിയപ്പത്തിന് അരി കുതിരാൻ വെച്ച അരി നമുക്ക് എങ്ങനെയുണ്ട് എന്നൊന്ന് നോക്കാം. നല്ല കുതിർന്ന് ഒരു നൈറ്റ് വെള്ളത്തിൽ കിടന്നപ്പോൾ നല്ല ഇനിയിപ്പോൾ ഇത് അരച്ച് നല്ല നൈസായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് കട്ടിയിൽ അരച്ചെടുക്കണേ. നല്ല വെള്ളം പോലെ അരച്ചെടുക്കണ്ട. നമ്മൾ ശർക്കരപ്പാനി ഒഴിക്കുകയല്ലേ ഇത്, അപ്പോൾ കറക്റ്റാവും. ശർക്കരപ്പാനി ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ അരച്ചെടുക്കുമ്പോൾ നല്ല കട്ടിയിൽ അരച്ചെടുക്കണം. എത്ര നമ്മുടെ മിക്സിയിൽ എത്ര കട്ടിയായി അരയ്ക്കാൻ പറ്റുമോ അത്ര കട്ടിയിൽ ഞാൻ അരച്ച് കാണിക്കാം. അരച്ചെടുത്തിട്ടുണ്ട്. നല്ല നൈസായിട്ട്
ഒന്നും ഇടണ്ട. നമ്മൾ ഇതിലൊന്നും ഇടാതെ നമ്മൾ വെള്ളത്തിൽ ഇട്ട പച്ചരി, അവില്, ജവ്വരി ഒക്കെ കൂടിയിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പഴം ഇടാതെ കുറച്ച് കാണിക്കുന്നുണ്ട്, പഴം ഇട്ടത് കുറച്ച് കാണിക്കുന്നുണ്ട് ഞങ്ങൾ. അപ്പോൾ ഇതാ പഴം ഞാലിപ്പൂവനാണ് പഴം ഇട്ടിട്ട് കുറച്ച് ഞങ്ങൾ കാണിച്ചു തരാം ഉണ്ണിയപ്പം. അതിനാണ് ഞങ്ങൾ 2 പാത്രത്തിൽ കുറച്ച് അരി ഇട്ട് ഞങ്ങൾക്ക് കാണിക്കണത്, മാറ്റം അറിയാൻ വേണ്ടി. ഇപ്പം ഇടുന്നതിൽ നമുക്ക് പഴം ഇട്ട് അരയ്ക്കാം. ഇതാ ഇതിൽ ഈ അരിയിൽ നമുക്ക് 3 പഴം ഇതിലും ഇട്ടിട്ടുണ്ടല്ലോ, നമ്മൾ അവലും ജവ്വരി ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒപ്പം പഴവും ഇട്ടിട്ട് നിങ്ങൾ കാണിച്ചു തരാം. നമ്മൾ പഴം ഇട്ടത് അരച്ചിട്ടുണ്ട്, 3 പഴം ഇട്ട് അരച്ചിട്ടുണ്ട്. ഞാലിപ്പൂവനാണ്. ഇതിൽ നമ്മൾ മാവിൽ അരച്ച മാവുകളിൽ ശർക്കര പാനി ഒഴിക്കണം. കാണിച്ചു തരാൻ ഞാൻ ശർക്കര പാനി എങ്ങനെ ഒഴിക്കേണ്ടത് എന്നുള്ളത്. അതിലൊരു ചെറിയ ടിപ്പ് ഉണ്ട്, ഞാൻ അതും പറഞ്ഞു തരാം. ഇതാ കറുപ്പ് കളറ് ശർക്കരയാണ് ഒന്നും കൂടിയും ഭംഗി കൊടുക്കണത്. ഉണ്ണിയപ്പം നല്ല കറുപ്പ് കളറായിട്ട് വരുമല്ലോ, ബ്രൗൺ കളറായിട്ട്. അപ്പം അതിന് ഈ കളറ് ശർക്കരയാണെങ്കിൽ നമുക്കൊന്നും കൂടിയും ഉണ്ണിയപ്പം ഭംഗി കൊടുക്കും. കുറച്ച് വെള്ളം, കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ എങ്ങനെ ശർക്കര പാനി ആക്കും, കൂടുതൽ വെള്ളം ഒഴിക്കണ്ട. ശർക്കര പാനി ആക്കുമ്പോൾ എന്താ പറയുക, നമ്മൾ മാവ് നല്ല വെള്ളമായി പോവും. കുറച്ച് വെള്ളം ആവണം, എന്നാലും നമ്മൾ ശർക്കര പാനി ഒഴിച്ച് ഇങ്ങനെ ഇളക്കുമ്പോൾ കൂടുതൽ വെള്ളമായാലും പ്രശ്നമല്ലേ. അപ്പോൾ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ശർക്കര പാനി ആക്കുക. അത് ശർക്കര പാനി നമുക്ക് മാവിൽ ഒഴിക്കുമ്പോൾ ഒഴിച്ചൊന്ന് ഇളക്കി നോക്കിയിട്ട് വായിൽ വെച്ച് നോക്കാം നമുക്ക് മധുരം എത്ര വേണം എന്നുള്ളത്. നമ്മുടെ പാകത്തിന് ശർക്കരപ്പാനി ഒഴിച്ച് ഇളക്കി വെച്ചാൽ മതി. ചിലവർക്ക് മധുരം കൂടുതൽ വേണം ഉണ്ണിയപ്പത്തിന്, ചിലവർക്ക് കുറവ് വേണം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ കലക്കി വെച്ചാൽ മതി കേട്ടോ. നമുക്ക് ശർക്കരപ്പാനി ഇതാ റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ശർക്കരപ്പാനി ഒഴിക്കുമ്പോൾ ഒരു ടിപ്പ് അറിയാമെന്ന്. ടിപ്പ് എന്താണെന്ന് അതാ, ഇങ്ങനെ തിളച്ചതും നമ്മൾ അപ്പം തന്നെ എടുത്തിട്ട് മാവിലൊഴിക്കണം. മാവിൽ ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. മെല്ലെ ഇങ്ങനെ ഇളക്കി ഇങ്ങനെ ഒഴിക്കണം, ഇല്ലെങ്കിൽ മാവ് ഇളക്കാതിരുന്നാൽ മാവ് വെന്തു പോവും. ഈ ചൂടോട് ശർക്കരപ്പാനി ഇങ്ങനെ ഒഴിക്കുമ്പോഴാണ് നമുക്കൊന്നും കൂടിയും ഉണ്ണിയപ്പം സ്മൂത്ത് കിട്ടാൻ. അതൊരു ടിപ്പാണ്. ഇങ്ങനെ നമ്മൾ ചൂടോടെ ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇളക്കി മാവ് ഇങ്ങനെ ഇളക്കി തന്നെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ ശർക്കരപ്പാനി അങ്ങനെ തിളയ്ക്കുമ്പോൾ കൊണ്ടുവന്ന് ഒഴിക്കണതല്ലേ, ഒരേ സ്ഥലത്ത് ശർക്കരപ്പാനി നിന്ന് കഴിഞ്ഞാൽ മാവ് ആ സ്ഥലത്ത് വേവായി പോകും. അപ്പം ഇതൊന്ന് ശ്രദ്ധയോടെ നമ്മൾ ചെയ്താൽ മതി. അതായത് നമ്മൾ രണ്ടും ശർക്കരപ്പാനി ഇട്ടിട്ട് ഒഴിച്ച് ഇളക്കി വെച്ചിട്ടുണ്ട്.
ഇതിന് നമ്മൾ വൈകുന്നേരം ഉണ്ടാക്കിയാൽ മതി. അപ്പോഴാണ് കറക്റ്റായിട്ട് ഉണ്ടാവുക പൊന്താൻ. രാവിലെ ഒരു 6 മണിക്കൊക്കെ അരച്ചാൽ മതി, കറക്റ്റാവും. വൈകുന്നേരം ഇനി നമ്മൾ ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാം. നമ്മൾ രാവിലെ മാവ് ഉണ്ണിയപ്പം മാവിന് അരച്ച് വെച്ചില്ലേ, ഇതാ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന രീതിക്ക് ആയിട്ടുണ്ട് മാവ്. ഉണ്ടാക്കി നോക്കാം. നമുക്ക് തേങ്ങ എള്ള് കുറച്ച് വേണമെങ്കിൽ ഇട്ടാൽ മതി, ഇഷ്ടമുള്ളവർ ഇട്ടാൽ മതി. എള്ള് ഇട്ടാൽ ടേസ്റ്റ് ഉണ്ടാവും, പിന്നെ കുറച്ച് ഭംഗി ഉണ്ടാവും. അതേപോലെ ഇതാ തേങ്ങ നെയ്യിൽ വറുത്തത് നമ്മൾ സാധാരണ ഇടാറുണ്ടല്ലോ ഉണ്ണിയപ്പത്തിന്, നല്ല ടേസ്റ്റ് കൊടുക്കും. രണ്ടിലിട്ടിട്ടുണ്ട് എള്ളും നെയ്യിൽ വറുത്ത തേങ്ങ. നല്ല ഇതുപോലെ അരിഞ്ഞിട്ട് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കി നോക്കാം. നെയ്യാണ് ഒന്നും കൂടി ടേസ്റ്റ്. അപ്പം നെയ്യ് ഒഴിച്ചാൽ ഒന്നും കൂടി ഉണ്ണിയപ്പം നല്ല രുചി ഉണ്ടാവും. ഒഴിച്ചിട്ടുണ്ട്. ഒരു കുഴിയിൽ അരക്കുഴി ഒഴിച്ചാൽ മതി. ഫുള്ളായിട്ട് ഒഴിച്ചാലും നല്ലതാണ്, പക്ഷെ അരക്കുഴി ഒഴിച്ചാൽ തന്നെ മാവ് ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഇങ്ങനെ മേലെ നെയ്യ് വരും, മേലെ പൊന്തി വരും നെയ്യ്. നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് പഴം ഇടാത്ത മാവിലുള്ള ഉണ്ണിയപ്പമാണ്. നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോണത് പഴം ഇട്ട മാവാണ്. നമ്മൾ അരയ്ക്കുമ്പോൾ പഴം ഇട്ട് അരച്ചില്ലേ, ആ മാവാണ് കേട്ടോ. ഇത് ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം തിരിച്ചിടാറായി. അപ്പോൾ തിരിച്ചിടാണ്. ആദ്യം കുറച്ച് നമ്മൾ മാവ് ഒഴിക്കുമ്പോൾ ഇത്തിരി സ്റ്റീമിൽ വെച്ചിട്ട്, പിന്നെ മാവ് ഒഴിക്കുമ്പോൾ ഒന്ന് സ്റ്റീം കുറവാക്കിയാൽ മതി, അല്ലെങ്കിൽ കയ്യിൽ ധരിക്കുക, ശ്രദ്ധ വേണം. പിന്നെ സ്മൂത്തിൽ തന്നെ എടുക്കണേ, തിരിക്കണം കേട്ടോ. എടുക്കുമ്പോൾ അങ്ങനെ തന്നെ നല്ല മൊരിയാൻ വെച്ചിട്ട് എടുക്കരുത്. അപ്പോൾ ഇതാ കണ്ടോ നമ്മുടെ അടിപൊളി ഉണ്ണിയപ്പം. ഇത് പഴം ഇടാത്ത ഉണ്ണിയപ്പാണ്. നല്ല സ്മൂത്ത് ഉണ്ട് ഉണ്ണിയപ്പം. ഇതാ ഇത് പഴം ഇട്ട ഉണ്ണിയപ്പം. നമ്മൾ പഴം ഇട്ട് അരച്ചില്ലേ, ഇത് നല്ല സ്മൂത്ത് ഉണ്ട്. ഇതാ പിന്നെ ഇതിൽ വേറൊരു കാര്യം കൂടി നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്നാ, ഇന്നലെ ഞാൻ അരി വെള്ളത്തിലിടുമ്പോൾ അതിൽ പച്ചരി മാത്രമല്ല നമ്മളിട്ടത്, അവിൽ പിന്നെ ജവ്വരി, ഇത് രണ്ടും കറക്റ്റ് കണക്കിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെന്തിനാന്നുള്ളത് നാളെ പറയാമെന്നല്ലേ ഞാൻ പറഞ്ഞത്. ഞാൻ ഇപ്പം പറയുന്നത് കേട്ടോളൂ.
നമ്മൾ ഈ ഉണ്ണിയപ്പത്തിന് അപ്പസോഡ ഇട്ടിട്ടില്ല, ഈസ്റ്റ് ഇട്ടിട്ടില്ല. ആ ജവ്വരിയും അവലും മാവ് പൊന്താൻ വേണ്ടി ഇട്ടതാണ്. അതിൽ കിട്ടിയ സ്മൂത്താണ് ഉണ്ണിയപ്പത്തിന്. അതാണ് സ്പെഷ്യൽ ഉണ്ണിയപ്പം ഞങ്ങൾ പറഞ്ഞത്. ഈ ഉണ്ണിയപ്പം ധൈര്യമായിട്ട് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. അപ്പസോഡ ഇടാത്തതല്ലേ. പിന്നെ ഇത് ഒരു 4 ദിവസം വെച്ചിരിക്കാം. പുറത്ത് വെച്ച് തന്നെ നമുക്ക് കഴിക്കാം. അടിപൊളി ഉണ്ണിയപ്പമാണ്, കേടുവരില്ല. ഇത് പിന്നെ പഴം ഇട്ടതാണ്. ഇത് നമുക്കൊരു ഇന്നും നാളെയും മാത്രമേ എടുക്കാൻ പറ്റും. മറ്റന്നാളെ വെച്ച് കഴിഞ്ഞാൽ കേടുവന്ന് പോകും. ഇപ്പോൾ ഒരു 2 ദിവസത്തിന് ഇന്നും നാളെയും അതോട് തീർക്കാം. പക്ഷെ ഈ ഉണ്ണിയപ്പം അടിപൊളി ഉണ്ണിയപ്പമാണ്. ഇതാ നല്ല സ്മൂത്തും ഉണ്ട് ഉണ്ണിയപ്പം. കണ്ട നല്ല ആര് വീണിട്ടുണ്ട്. കണ്ട ഉള്ളില് മായങ്ങളൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് ഇതുപോലെ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് ഇത് മെയിനായിട്ട് ഞങ്ങൾക്ക് ഐഡിയ കൊടുത്തത് ഒരാളാണ് കേട്ടോ, ആതിര. എൻ്റെ മകളാണ് എനിക്ക്. അപ്പോൾ അവളാണ് പറഞ്ഞത്, അമ്മ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം. എന്താ പറയുക, ഞങ്ങളുടെ ഉണ്ണിക്ക് അപ്പസോഡയൊന്നും ഇടാത്ത ഭക്ഷണമാണ് ഞങ്ങൾ കൊടുക്കാറ്. അപ്പോൾ ഇത് ബാക്കിയുള്ള കുഞ്ഞുങ്ങൾക്കും അങ്ങനെ തന്നെ പോയി എത്തട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അവൾ ഇങ്ങനെ ആലോചിച്ച് ഞങ്ങൾ ഇത് ചെയ്തതാ. ചെയ്ത ഒരു പ്രാവശ്യം വീട്ടിലൊന്ന് സാമ്പിളിന് ഉണ്ടാക്കി നോക്കി. അപ്പോൾ സൂപ്പറായി വന്നു. അപ്പോൾ ഇതൊരു വീഡിയോ നിങ്ങൾക്ക് കൊടുക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇത് എല്ലാവരും ഈ വീഡിയോ നോക്കിയാൽ പോരാ, ചെയ്ത് കഴിച്ചു നോക്കിയിട്ട് ഇത് ഞങ്ങൾക്ക് കമന്റിൽ അറിയിപ്പിക്കണം. പഴം ഇടാതെ തന്നെ എങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കണം എന്നുള്ളത് മനസ്സിലായില്ലേ ഇപ്പോൾ? അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കാട്ടോ. അമ്മയ്ക്ക് ഏതാ ഇഷ്ടമായത്, പഴം ഇട്ടാണോ പഴം ഇടാത്താണോ? എനിക്ക് പൊന്നു പഴം ഇടാത്തതാ ഇഷ്ടമായത്. എന്താണെന്നറിയോ, ഇതാണ് ഒറിജിനൽ ഉണ്ണിയപ്പം. സൂപ്പർ. നോക്ക്, ഇവിടെ എല്ലാവർക്കും പഴം ഇടാത്തതാണ് കേട്ടോ ഇപ്പം ഇഷ്ടമായത്. അതുപോലെ പഴം ഇടാത്താണെന്നും പറഞ്ഞിട്ട് ചെറുതായിട്ട് കാണണ്ട, ഇത് അത്യാവശ്യം വലിപ്പമുണ്ട്, ഒരു മനുഷ്യൻ കഴിക്കാനുള്ള വലിപ്പമൊക്കെ ഉണ്ട്. പിന്നെ കടകളിൽ നിന്നൊക്കെ വലിയ സൈസിൽ കിട്ടുന്നത് വന്നിട്ട് അവർ സോഡാപ്പൊടിയും കാര്യങ്ങളൊക്കെ ചേർത്തിട്ടുള്ളതാണ്. ഇതിപ്പോൾ അത്യാവശ്യം നമ്മൾ ഈ അമ്പലങ്ങളിലൊക്കെ കിട്ടുന്ന പോലെയുള്ള ഉണ്ണിയപ്പമാണ് കിട്ടിയിരിക്കുന്നത്, അത്യാവശ്യം വലിപ്പത്തിൽ, നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. പിന്നെ നമ്മുടെ ഇഡ്ലി മാവ് വീഡിയോ 1,00,000 പേര് കണ്ടിട്ടുണ്ട്. സന്തോഷമാണ് എനിക്ക് അത് കേട്ടപ്പോൾ. അതേപോലെ ഇനിയും ഞങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോക്ക് സപ്പോർട്ട് കൊടുക്കണം. ബൈ.